ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണിത്. വിൻ്റർ സീസണിൽ ബ്രൈറ്റായ ക്ലാം. ഇതൊരു ഗുഹയാണ്. ജർമ്മനിയിലെ ആൾഗോയിൽ ഓബർസ്റ്റോർഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉള്ള ഒരു ചെറിയൊരു മലയിടുക്കാണിത്. പേര് ബ്രൈറ്റായ ക്ലാം എന്നാണ്. ഞാൻ ഇവിടെ ഇതിനു മുൻപ് സമ്മർ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നല്ല നല്ല ഭംഗി തന്നെയാണ് അപ്പോഴും. പക്ഷേ ഇത് വിൻ്ററിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ കണ്ടപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ പല സ്ഥലത്തും ഐസായി കിടക്കുന്നതും ഈ വെള്ളത്തുള്ളികൾ നല്ല നല്ല മിനുസായിട്ട് കാണാൻ നല്ല ഭംഗി, ഉള്ളിൽ ഗ്ലാസ് പോലെ തെളിഞ്ഞ് കാണുന്ന അത്രയും നല്ല വൃത്തിയിൽ അതിൻ്റെ കട്ടയായി കിടക്കുന്നത്. കഷ്ടി ഒരു 2 പേർക്ക് നടക്കാനുള്ള വീതിയുള്ളൂ ഈ ഒരു വഴിക്ക്. ഇതൊരു ചെറിയ നടപ്പാതയാണ്. അപ്പോൾ ഇതിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ഒരാൾക്ക് മാത്രം നടക്കാവുന്ന കഷ്ടി ഒരു വഴിയായിരിക്കും. ഇതുപോലെ പാറ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. തല ഇടിക്കാണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ തണുപ്പ് കാരണം, തണുപ്പ് -ഡിഗ്രി ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം പല സ്ഥലത്തും അങ്ങനെ തന്നെ കട്ടയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ഈ വെള്ളം ചാടുന്നതൊക്കെ അതുപോലെ തന്നെ ഫ്രീസായിട്ട് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അത് കാണാൻ പറ്റില്ല, നല്ലൊരു അത്ഭുതം തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ട് കൂടി കാണിച്ചു തരാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ കാണാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ കണ്ടോ, ഈ വെള്ളമൊക്കെ ഒലിച്ച് വരുന്നൊരു വെള്ളമായിരുന്നു ഇവിടെ നിന്നൊക്കെ. അത് അതുപോലെ തന്നെ അങ്ങ് നിന്നു. അതിൽ കൂടുതൽ രാത്രി സമയങ്ങളിലാണ് ഇത് അങ്ങനെ ഫ്രീസായി തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ തന്നെ നിലനിന്ന് പോവുകയാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മലയിടുക്കിൽ നിന്നാണ് ഈ ഡാന്യൂബ് നദിയിലേക്കുള്ള ഒരു ഉത്ഭവം തുടങ്ങുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളമാണ് തുടങ്ങി വരുന്നത്. ഈ മലകളിൽ നിന്ന് പെയ്ത് വരുന്ന വെള്ളവും ഒലിച്ചു വരുന്ന വെള്ളവും ഉറവയൊക്കെയാണ് ഇവിടുന്ന്. ചെറിയ ഈ ഒരു ചാലാണ് അതിൻ്റെ തുടക്കം. പിന്നെ തുടങ്ങി അത് വലിയൊരു ഡാന്യൂബ് നദിയായി മാറുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ യൂറോപ്പിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിലൂടെ കവർ ചെയ്ത് പോകുന്നൊരു നദി കൂടിയാണ് ഈ ഡാന്യൂബ് നദി. നമ്മളിവിടെ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഐസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് അത്ര തണുപ്പ് അത്രയും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയതെങ്കിലും പുറത്ത് എത്താനായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജാക്കറ്റിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഇതിലൂടെ ഇത്ര ആൾക്കാർ നടന്ന് അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും. കാരണം അതിൻ്റെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല ശരീരത്തിന്. ശരീരം നല്ലതായിട്ട് വ്യായാമം ചെയ്യണം ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിട്ട്. അപ്പോൾ ശരീരത്തിൻ്റെ നല്ല ചൂട് അനുഭവപ്പെട്ടായിരുന്നു പുറത്തെത്തിയപ്പോഴേക്കും. അപ്പോൾ അത് കാണുമ്പോൾ നല്ല തണുപ്പുണ്ട് തോന്നിയാലും നമുക്ക് അത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സുഖമാണ്. പിന്നെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ തറയിലൊക്കെ ചിലപ്പോൾ ഈ വെള്ളം വീണ് ഐസായി കിടക്കുന്നുണ്ടാവും. അതിന് ബ്ലാക്ക് ഐസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ അറിയില്ല, നന്നായിട്ട് തെന്നി വീഴും. ഇവിടെ നല്ല ഡേഞ്ചറുമാണ്. കാരണം വീഡിയോ എടുക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ശ്രദ്ധിക്കണം. ഒന്ന് കൈ തെന്നി കഴിഞ്ഞാൽ മൊബൈൽ താഴോട്ട് പോകും. പിന്നെ നോക്കണ്ട, ആ മൊബൈൽ കിട്ടില്ല. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന്. ഇപ്പോൾ പാറയുടെ കൂടി തന്നെ ഒരുപാട് മുന്നോട്ട് പോകണം. പിന്നെ അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോഴാണ് ശരിക്കും ഈ ഒരു വെള്ളം ചാട്ടം നന്നായിട്ട് ഇങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ആ തുള്ളികളൊക്കെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു തുള്ളികൾ ഇങ്ങനെ വന്ന് വീണിട്ട് ഇതിങ്ങനെ ഒരു കൂർത്ത് നല്ലൊരു കുന്തം പോലെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ചില സ്ഥലത്ത് നടക്കുമ്പോഴുണ്ടല്ലോ, ഇത് എങ്ങാനും തലയിലോട്ടെങ്ങാനും എവിടെയെങ്കിലും പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മനുഷ്യൻ തീർന്നു പോകും. അതുപോലത്തെ മൂർച്ചയുള്ള കൂർത്ത ഭാഗമാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതിൻ്റെ അത്ര കൂർപ്പിലാണ് നിൽക്കണേന്ന്. ഒരു കത്തിയുടെ കൂർപ്പാണ് അതിന്. അതും അതിനേക്കാട്ടിലും ഹൈറ്റിലും കനത്തിലുമാണ് നിൽക്കുന്നത്. ഈ കൂർപ്പുകൾ കണ്ടോ ഈ വെള്ളം വന്ന് നിൽക്കുന്നത്. ഇതിൽ ഈ താഴെ കൂടി 1-2 സ്ഥലത്തൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി വേണം പോകാൻ. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും നമുക്കൊന്ന് പേടി. ഇതൊക്കെ അങ്ങനെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആലോചിച്ച് പോകും. പിന്നെ ഈ ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളം കൊണ്ടൊരു മതിലായി മാറിയേക്കാണ്. ഇത് കണ്ടോ, ഇതൊരു മതിലായി മാറിയേക്കാണ് ഇവിടെ അങ്ങോട്ട്. ആ ഫ്രീസായിട്ട് ആ ഐസ് മൊത്തം അവിടെ അങ്ങ് കിടക്കുകയാണ് അങ്ങനെ തന്നെ. അതൊരു മതിലായിട്ട് അത് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ആ മതിലായിട്ട് അവിടെ കവർ ചെയ്ത് പോയേക്കാണ്. ആ വെള്ളം വന്ന് അങ്ങനെ വീടുന്ന അവിടെ തന്നെ അങ്ങ് താഴേന്നേ കട്ടയായി വന്ന് മേലോട്ടെത്തി. അതൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നൊരു കാഴ്ച തന്നെയാണ്. ഇത് ജർമ്മനിയിലേക്ക് ടൂർ വരുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. അത് വിൻ്ററിലാട്ടോ എനിക്ക് ഒന്നുകൂടി ഭംഗി തോന്നിയത്. നമ്മൾ അത്ഭുതപ്പെടുന്ന കുറേ കാഴ്ചകൾ ഈ വിൻ്ററിൽ കാണുന്നത്. കാരണം ഇതൊന്നും നമ്മൾ വേറെ എവിടെയും പോയി അധികം കാണാൻ സാധ്യതയില്ല. നല്ല തണുപ്പുള്ള രാജ്യത്ത് വെള്ളങ്ങളുള്ള സ്ഥലത്തേ കാണാൻ സാധ്യതയുള്ളൂ. എന്നാലും കുറച്ച് സ്ഥലങ്ങളെ കാണുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ
ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് കാണുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വിൻ്ററിൽ കാണണമെന്നാണ്. കാരണം സമ്മറിൽ കാണുന്നതിനേക്കാളും ഭംഗി എനിക്ക് ഫീൽ ചെയ്തത് ഈ വിൻ്ററിൽ തന്നെയാണ്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.